അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പലതരത്തിലുള്ള പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ മാനസികമായി വല്ലാതെ വിഷമിക്കുന്ന, ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. പല പ്രശ്നങ്ങളാലും എന്നെ സമീപിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു പ്രയാസമാണ്, ഒരുപാട് വിഷമങ്ങളുണ്ട് ഉസ്താദേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിനും തടസ്സങ്ങളാണ്, ഓരോ പ്രയാസങ്ങളാണ്, ഓരോ ബുദ്ധിമുട്ടുകളാണ്. ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക, അതുപോലെ തന്നെ അതിലേക്ക് ഇറങ്ങാൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവപ്പെടുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും, അവന് നടക്കാതിരിക്കുന്ന എന്ത് ആവശ്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിഹാരം കാണിച്ചു തരും. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ മാലിക്കു യാ അല്ലാ എന്ന ഇസ്മ് 1001 തവണ 11 ദിവസം പതിവാക്കുക. ഒന്നാമത്തെ ദിവസം യാ മാലിക്കു യാ അല്ലാ എന്ന ഇസ്മ് 1001 തവണ ചൊല്ലിയതിൻ്റെ ശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞ് വുളൂഓട് കൂടി യാ മാലിക്കു യാ അല്ലാ എന്ന ഇസ്മ് ഓരോ അക്ഷരങ്ങളായി ഒരു വെള്ള കടലാസിൽ കറുപ്പ് മഷി കൊണ്ട് 11 തവണ എഴുതുക. എഴുതുന്ന സമയത്ത് കൂട്ടി എഴുതാതെ ഓരോ അക്ഷരങ്ങളായി എഴുതി ഒരു വെള്ള കടലാസിൽ എഴുതിയതിൻ്റെ ശേഷം അത് അവൻ്റെ പേഴ്സിലോ അതല്ലെങ്കിൽ അവൻ താമസിക്കുന്ന അവൻ്റെ വീട്ടിലെ ഏറ്റവും വൃത്തിയുള്ള ഷെൽഫ് പോലത്തെ സ്ഥലങ്ങളിൽ അവനത് സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും, നടക്കാതിരിക്കുന്ന എന്ത് മുറാദാണെങ്കിലും, നടക്കാതിരിക്കുന്ന എന്ത് ആഗ്രഹമാണെങ്കിലും, എന്ത് ആവശ്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിഹാരം കാണിച്ചു തരും. ഈ ഇസ്മ എഴുതുന്ന സമയത്തും ചൊല്ലുന്ന സമയത്തും ഇഖ്ലാസോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് എഴുതാനും അത് ചൊല്ലാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ. ഈ ഇസ്മ യാ മാലിക്കു യാ അല്ലാ എന്ന ഇസ്മ എഴുതേണ്ട രൂപം ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. എഴുതാൻ അറിയാത്തവർ അത് നോക്കി ഇൻഷാ അല്ലാ തെറ്റുകൂടാതെ എഴുതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.